കുറ്റവാളികളെ സംരക്ഷിക്കുന്നതാണ് CPM നിലപാടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ശ്രദ്ധേയമായി. തങ്ങൾക്കൊപ്പം നിന്നാൽ ഏത് കുറ്റവാളികളെയും സംരക്ഷിക്കുകയും പാർട്ടി വിട്ടാൽ കടുത്ത നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമെന്നതാണ് CPM നിലപാട്. മുഖ്യമന്ത്രി പറയുന്നതാണോ ഇവിടുത്തെ കുറ്റവും നീതിയുമെന്നും അദ്ദേഹം എടുത്തു ചോദിച്ചു. PV അൻവറിനെ UDF-ലേക്ക് സ്വാഗതം ചെയ്യണോ എന്ന് താൻ ഒറ്റയ്ക്ക് തീരുമാനിക്കേണ്ട കാര്യമല്ലെന്നും VD ഈ അവസരത്തിൽ പറഞ്ഞു. കക്കാടംപൊയിലിലെ PV അൻവറിന്റെ ഉടമസ്ഥതയിലുള്ള പാർക്കിലെ തടയണകൾ പൊളിച്ചു നീക്കാനുള്ള നടപടികൾക്ക് CPM ഭരിക്കുന്ന പഞ്ചായത്ത് വേഗം കൂട്ടിയത് സംബന്ധിച്ച മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. CPM-ന്റെ കൂടെ നിന്നാൽ ഏത് തെറ്റായ നടപടി ചെയ്താലും അവർ പൂർണ്ണമായും സംരക്ഷിക്കും. സ്വർണ്ണക്കടത്ത് നടത്തിയാലും ലഹരിക്കടത്ത് നടത്തിയാലുമെല്ലാം കുറ്റവാളികൾക്ക് CPM സംരക്ഷണം കൊടുക്കുകയാണ്. CPM വിട്ടാൽ എന്ത് നടപടിയും എടുക്കും. ഇതെന്ത് കാട്ട് നീതിയാണ്? എന്ത് നീതിന്യായ വ്യവസ്ഥയാണ് ഇവിടെ നടക്കുന്നത്? മുഖ്യമന്ത്രി പറയുന്നതാണോ കുറ്റവും നീതിയും? മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായിരുന്നയാളാണ് ഇപ്പോൾ പാർട്ടിയിൽ ഇത്രയും കാലം നടന്ന കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുന്നത്. കഴിഞ്ഞ 2-3 വർഷമായി പ്രതിപക്ഷം ആവർത്തിച്ചു പറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ. ഭരണകക്ഷി MLA-യുടെ തുറന്നു പറച്ചിലൂടെ ഞങ്ങളുടെ വാദങ്ങൾക്ക് വിശ്വാസ്യത വന്നിരിക്കുകയാണ്. ഭരണകക്ഷി MLA-യാണ് അൻവർ. അദ്ദേഹത്തിന്റെ പൊതുയോഗത്തിൽ പങ്കെടുക്കാൻ ആളുകൾ പോയതിൽ തെറ്റൊന്നും കാണുന്നില്ല. PV അൻവറിനെ UDF-ലേക്ക് സ്വാഗതം ചെയ്യുന്നത് സംബന്ധിച്ച് ചർച്ചകൾ നടത്തിയിട്ടുമില്ല. താൻ ഒറ്റയ്ക്കല്ല അക്കാര്യം തീരുമാനിക്കേണ്ടത്. സാഹചര്യം വരുമ്പോൾ ചർച്ച ചെയ്യുമെന്നും VD സതീശൻ പറഞ്ഞു. അതിനിടെ PV അൻവറിനെ BJP-യിലേക്ക് ഒരിക്കലും സ്വാഗതം ചെയ്യില്ലെന്ന് മുതിർന്ന നേതാവ് ശോഭാ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. BJP എന്നത് ആദർശാധിഷ്ഠിത പാർട്ടിയാണ്. സാധാരണക്കാരന്റെ വിയർപ്പിന് വില കൽപ്പിക്കുന്ന പാർട്ടിയാണ്. സാധാരണക്കാരനായ തൊഴിലാളിക്ക് വേണ്ടിയല്ല അൻവർ സംസാരിച്ചത്. ഇത്രയും നാൾ വൃത്തികെട്ട ഭരണം കാഴ്ചവെച്ച മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചെയ്തികളെ എന്തുകൊണ്ടാണ് അൻവർ മൂടിവെച്ചത്? അൻവർ ചെറിയ മീനല്ല. അവർ തമ്മിലുള്ള തർക്കത്തിനിടയിൽ പുറത്തു ചാടിയ ഒരാൾ മാത്രമാണ് അൻവർ. ദേശീയ ഏജൻസി ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുക തന്നെ ചെയ്യണം. കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം പ്രഖ്യാപിക്കേണ്ടത് BJP സംസ്ഥാന ഘടകമല്ല. PV അൻവറിനെ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന ആവശ്യം ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ശ്രദ്ധയിൽ ഈ വിഷയം പെടുത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ വിഷയത്തിൽ രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നും ശോഭാ സുരേന്ദ്രൻ തുറന്നടിച്ചു. അൻവർ LDF-ന്റെ മറുഭാഗത്താണെന്ന് ഓരോ ദിവസവും തെളിയിക്കപ്പെടുകയാണെന്നും അൻവർ ആരാണെന്നും അൻവർ വന്ന വഴി എന്താണെന്നും CPI-ക്ക് വ്യക്തമായി അറിയാമെന്നും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാട്ടിയിരുന്നു. LDF-ന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി മത്സരിച്ച CPI-യുടെ അഷ്റഫ് കാളിയത്തിനെതിരെ മത്സരിച്ചായിരുന്നു അൻവറിന്റെ രാഷ്ട്രീയ വരവിന്റെ ആരംഭം. കുറച്ചുനാൾ അൻവർ LDF-ന്റെ MLA ആയിരുന്നു. എന്നാൽ ഇപ്പോൾ അൻവർ തന്നെ LDF വിട്ടു. LDF-ന്റെ ആരുമല്ലാത്ത അൻവറിനോട് ഇനി CPI-ക്ക് യാതൊരു ബന്ധവുമില്ല. ബന്ധമുണ്ടാകാനും പാടില്ലെന്നാണ് നേതാവ് തുറന്നടിച്ചത്. അതേസമയം അൻവർ LDF വിട്ടെങ്കിലും CPM-നുള്ളിൽ അദ്ദേഹത്തിന് വലിയ പിന്തുണയുണ്ടെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു കഴിഞ്ഞ ദിവസത്തെ അൻവറിന്റെ യോഗത്തിനെത്തിയ ജനാവലി. 1000-ഓളം പേരായിരുന്നു അൻവറിനെ കേൾക്കാൻ ഒത്തുകൂടിയത്. ഇൻകുലാബ് വിളിച്ചായിരുന്നു അണികൾ അൻവറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തത്. അതേസമയം LDF വിട്ട അൻവറിന്റെ മുന്നോട്ടുള്ള നീക്കം എന്താണെന്ന് ഉറ്റുനോക്കപ്പെടുകയാണ്. അദ്ദേഹം സ്വന്തം പാർട്ടി പ്രഖ്യാപിച്ചേക്കുമെന്നായിരുന്നു ആദ്യം വിലയിരുത്തപ്പെട്ടത്. എന്നാൽ ഒരു പാർട്ടി പ്രഖ്യാപിക്കാൻ താൻ ഇല്ലെന്നാണ് അൻവർ പറഞ്ഞത്. ഇതോടെ അൻവർ UDF-ലേക്ക് പോകുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്.